ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങാൻ സൂപ്രണ്ട് ഒരിക്കലും അനുവദിക്കാറില്ല. അയാൾ വാതിലിലെത്തുമ്പോൾ സൂപ്രണ്ട് എഴുന്നേറ്റ് നിന്നു. ദേവി പോയതല്ലേ, വീടൊക്കെ ഒരു താളത്തിലാകും വരെ മോഹനൻ സാർ ഇത്തിരി നേരത്തെ പോകുന്നതിൽ എനിക്കൊരു വിരോധവുമില്ല. തൻ്റെ സീറ്റിൽ കണ്ണു തുടച്ചിരിക്കുന്ന സൂപ്രണ്ടിനെ അയാളും കൂട്ടുകാരും പൂതന എന്നായിരുന്നു പേരിട്ടത്. 3:30 ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടും വീട്ടിലെത്താൻ അയാൾ ഏറെ വൈകി. പട്ടികപ്പെടുത്തിയതിൽ പലതും വാങ്ങാൻ മറന്നു. കുട്ടികൾക്ക് കഴിക്കാൻ വാങ്ങിയതിൻ്റെ തുക അല്പം കൂടിപ്പോയതായി അയാൾക്ക് തോന്നി. വീട്ടിലേക്ക് കയറുമ്പോൾ വണ്ടി തട്ടി പെണ്ണിൻ്റെ പൂച്ചട്ടിയിൽ ഒന്ന് പൊട്ടി. പെണ്ണിന് ഏറ്റവും ഇഷ്ടമുള്ള മഞ്ഞപ്പൂവായിരുന്നു. എത്ര വെയിലത്തും വാടാത്ത പൂവ്. നകുമോന് നല്ല വിശപ്പായിരുന്നു. മടിച്ചാണെങ്കിലും ജാനകി അയാളോട് മിണ്ടി. ഉറക്കും മുമ്പ് അമ്മ അവനെ പാല് കുടിപ്പിക്കും. നാളെ യൂണിഫോം വേണമെന്ന് മിസ് പറഞ്ഞു. എല്ലാം മൂളിക്കേട്ട് വേഷം മാറി വന്ന അയാൾ ടിവിയുടെ മുന്നിലിരുന്നു. തുറന്നു വന്നത് കാർട്ടൂൺ ചാനൽ. റിമോട്ട് എത്ര തിരഞ്ഞിട്ടും അയാൾക്ക് കിട്ടിയില്ല. സാധാരണയായി ടിവിയുടെ മുന്നിൽ തന്നെ അതുണ്ടാകും. അങ്ങനെ കണ്ടില്ലെങ്കിൽ അയാൾ കയ്യിൽ കിട്ടിയത് വലിച്ചെറിയും. റിമോട്ടുമായി മുന്നിൽ നിൽക്കുന്ന ജാനകിയിൽ അയാൾ പെണ്ണിൻ്റെ പകർപ്പ് കണ്ടു. കാർട്ടൂണിൻ്റെ ശബ്ദം കേട്ടുവന്ന നകുലൻ അയാളുടെ മടിയിൽ ഇഴഞ്ഞു കയറി. കഴിക്കാൻ വാങ്ങിയ പൊതിയഴിച്ച് പാത്രത്തിലാക്കി വന്ന ജാനകിയെ അയാൾ ചേർത്തു നിർത്തി. ചേച്ചിയും അനിയനും കാർട്ടൂണിൽ ലയിച്ചിരുന്ന് കഴിക്കുന്നത് കണ്ട് അയാൾ തുണികളും വാരി അലക്കുകല്ലിലേക്ക് നടന്നു. പറമ്പിൻ്റെ തെക്കേ മൂലയിലെ പെണ്ണിൻ്റെ ചിതയൊരുക്കിയ ഭാഗത്തേക്ക് എന്തോ ഉറപ്പിച്ചായിരുന്നു ചെന്നത്. ചിതയുടെ വലതുവശത്തെ മുളങ്കൂട്ടത്തിൻ്റെ അരികിൽ അയാളിരുന്നു. ഒന്നും ശരിയാകുന്നില്ല ദേവി, നമ്മുടെ മക്കൾക്ക് വേണ്ടി ഞാനൊരു പെണ്ണ് കെട്ടിയാലോ എന്ന്. അപ്പോഴും അയാൾ പെണ്ണിനോട് വാക്കുകൾ പിശുക്കി. മുളങ്കൂട്ടത്തിൽ ഭ്രാന്ത് പിടിച്ച ഒരു കാറ്റ് പടർന്ന് പെണ്ണിൻ്റെ പല്ലിറുമ്മൽ പോലൊരു ശബ്ദമുണ്ടായി.